നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടകള പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു വരണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും നിനക്കുള്ളതാവുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ ശിക്ഷ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിച്ചോളണമേ. ആമേൻ. വീരന്മാരുടെ പുരിനിനുവാ ശ്രേഷ്ഠമതാമനുതാപത്താൽ കോപം നീക്കിയിടാൻ നോമ്പും പ്രാർത്ഥനയും ശീലിപ്പിച്ചു. നാഥ കൃപയാൽ നീക്കുക നിന്നിടവകയിന്നും കോപവും ആപത്തും ബാധകുമോ. നോവനുതാപം രോദനമെന്നിവ വിജ്ഞാനികൾ ബാധകികൾ പശ്ചാത്താപികൾ എന്നിവരെ നിരുവാനഗരി പഠിപ്പിച്ചു. മോശം കുറ്റക്കാർക്കും നേരുള്ളോർ കൻപിൻ വാതിലതും കാട്ടി. മുറിയോറാകെ മേലൂകാതാറേ വരിക തുണപ്പാൻ കൊണ്ടുവന്നു. പ്രാർത്ഥന കേട്ടിടാൻ മകൾമേൽ കൃപ ചെയ്യണം. പ്രിയമേറിയിടും നിർവചരിതം ചൊന്നീടും ഞാൻ ചൊന്നീടൻ സൽഗുണശോഭനമാം തൽക്കാര്യം. താപം ജാഗ്രതയിൽ തീക്ഷ്ണത കാണിച്ചോളാപുരിയുടെ ചരിതം പാരിൽ ശ്രേഷ്ഠം ഖ്യാതം. പുകഴാർന്നോൾ തൻ പുറജാതികൾ തൻ സുതയാം നിരുവാ. ഞാനതിനാൽ സംസ്തുതിയാൽ അവളെ മാനിച്ചിടും. നല്ലോൾ പ്രാർത്ഥിച്ചിടാനത്തിൽ കാണിച്ചേവം ചരിതത്തിൽ ഞാൻ ചേർത്തിടും. സർവം കേട്ടിട്ടഭ്യർത്ഥനെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന
വേറിട്ട ആത്മാക്കൾ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങൾ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. രാജാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. ദുഷ്ടതയിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളെ ഞങ്ങളുടെ കാരണ പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യശക്തിയും നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഒഴുപ്പോഴും മരണസമയത്തും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാപടാതെയുമായ സൃഷ്ടാവായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശം നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനജന സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിടെ സമത്തുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി തിരുവക്ഷപ്രകാരം സർവ്വത്തിനിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കമറിയാൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചെടുക്കപ്പെട്ട് കക്ഷ അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്രുതിലേക്ക് കയറി തന്റെ വലുതുവാതിരുന്നവനും ജീനുള്ളവരെ മരിച്ചവരെയും മോത്തോടെ വരുവാനിരിക്കുന്നു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവും പുറപ്പെട്ട് പിതാവിനും കൂടെ വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും വീരന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവനിഷ്ടമുള്ള ഏകറുകാൽ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കുമുള്ള ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ വിശുദ്ധിയോടും പ്രാധാന്യത്തോടും പരിശുദ്ധ സഭ ഈ 3 ദിവസം ആചരിക്കുകയാണെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. 3 നോമ്പ് ഏറ്റവും മനോഹരമായ ഒരു കഥയുടെ ബാക്കി പത്രമാണ്. കാരണം
ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോയിരുന്ന ജീവിതചര്യകളിലും ധാർമ്മികതയിലും വിശുദ്ധിയിലും ആത്മീയതയിലുമൊക്കെ ഒരുപാട് അകലത്തേക്ക് പോയിരുന്ന ഒരു ജനസമൂഹം, ആബാലവൃദ്ധം ജനങ്ങൾ, ആ ദേശത്തിലെ പക്ഷി മൃഗാദികൾ സകലതും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനുതാപത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിൻ്റെ ഒരു സത്യമാണ് മൂന്ന് നോമ്പ് ആചരണത്തിൻ്റെ പശ്ചാത്തലം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് നൽകുന്ന പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധങ്ങൾ ചില്ലറയല്ല. ആ ഒരു ബോധ്യത്തിൽ ഈ നോമ്പ് ആചരിക്കുവാനും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനും സർവശക്തൻ നമുക്കിടയാകട്ടെ. ഈ ധ്യാനങ്ങളിലൂടെ അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ധ്യാനം നയിക്കുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ ഒരു സഹോദരനും ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ്, സെമിനാരിയിൽ പഠിച്ചത്. ബഹുമാനപ്പെട്ട അലക്സ് മാത്യൂസ് ബ്രിൻസ് അച്ഛനാണ്. അച്ഛൻ തുമ്പവൺ ഭദ്രാസനത്തിൽ കോന്നി സ്വദേശിയാണ്. ഇപ്പോൾ കോട്ടയത്തുള്ള ദേവാലയത്തിൽ അനുഗ്രഹകരമായ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. അതിലേറെ ഉപരി വൈദിക സെമിനാരിയിൽ അധ്യാപകന് കൂടിയായി അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായി തൻ്റെ വൈദിക നിയോഗം തുടർന്നുകൊണ്ട് പോകുന്ന അച്ഛനെ ഇവിടെ ഇന്ന് ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് അഭിവന്ദനായ തിരുമേനി 3 നോമ്പിൻ്റെ ദിവസങ്ങളെല്ലാം നമ്മുടെ കൂടെ ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നാളെ തിരുമനസ്സുകൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, വിശ്വാസികളായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാവരെയും, അതുപോലെ ഓൺലൈനിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വന്യനായ ബ്രിൻസ് അച്ഛനെ ഈ ധ്യാനം നയിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു. മന്നവനീ മശീഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേ ധനികാനിൻ നിധി നിലയത്തീ ഏകണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയേല് ജിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും. ബാറഖുമോർ. കാരുണ്യവാനായ കർത്താവേ, തിരുവചനത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ആത്മകണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഏഴകളും പാപികളുമായ ദാസരായ ഞങ്ങൾ ഈ 3 നോമ്പിൻ്റെ പരിപാവനമായ ദിനങ്ങളിൽ ദൈവവചനത്തെ പ്രതി തിരുസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കേൾക്കുന്ന വാക്കുകളും വചനങ്ങളും ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് തുണയാകണമേ. നിനുവായക്കാർ തങ്ങളുടെ അനുതാപത്താൽ വരുവാനിരിക്കുന്ന കോപശിക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ നാഥ, ഞങ്ങളുടെ അനുതാപവും പ്രാർത്ഥനകളും അവിടുന്ന് കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിനും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനുമാകണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് നിത്യമായ സ്തുതിയും തുടർച്ചയായ ആരാധനയും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്യക്തിപരമായി ഞാൻ ബദറുതുല്യം സ്നേഹിക്കുന്ന നരണമെത്രാസനാധിപൻ അഭിവന്ദൻ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി,
സെമിനാരിയുടെ മാനേജർ വന്ദനായ എൽദോസ് ഏലിയാസ് അച്ഛൻ, വന്ദനായ മാത്തുക്കുട്ടി അച്ഛൻ, വന്ദനായ ലവിനച്ഛൻ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഒരു ദേശത്തിൻ്റെ പുതുക്കത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കഥയാണ് യോനായുടെയും നിനുവ പട്ടണത്തിൻ്റെയും അതോട് ചേർന്ന് നാം ആയിരിക്കുന്ന ഈ 3 നോമ്പിൻ്റെയും കഥ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അയാളുടെ ജീവിതം വഴിയായി, അയാളുടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങളും ഇടപെടലുകളും വഴിയായി ദൈവകൽപ്പനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഏറ്റവും അവസാനം ഒരു ദേശം മുഴുവനും പുതുക്കപ്പെടുന്ന ഒരു വലിയ ചരിത്രം. മലങ്കര സഭയിൽ 3 നോമ്പ് വലിയ ഭക്തിയോടെ കൊണ്ടാടുന്ന നോമ്പുകളിൽ ഒന്നാണ്. അതിനേറെ കാരണങ്ങളും ഉണ്ടാകാം. വലിയ നോമ്പിന് 18 ദിനങ്ങൾ മുമ്പ് അവസാനിക്കുന്ന നോമ്പ് എന്ന തലത്തിൽ, പ്രത്യേകിച്ച് വലിയ നോമ്പിന് ഒരുങ്ങുന്ന ഒരു നോമ്പ് എന്ന തലത്തിലൊക്കെ 3 നോമ്പിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർത്തും വ്യക്തിപരമായി ഏറെ ചെറിയ പ്രായത്തിൽ ഉപവസിക്കുവാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു നോമ്പ് 3 നോമ്പാണ്. കാരണം അത് 3 ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു നോമ്പാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഏറെ സാങ്കത്യവും പ്രസക്തിയും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലുള്ള ഒരു നോമ്പാണിത്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം 3 നോമ്പ് ഏറെ പ്രാധാന്യമുള്ള, മാക്കാങ്കുന്ന് കൺവെൻഷനുമായൊക്കെ ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു നോമ്പും കൂടെയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് അനുതാപത്താൽ ദൈവസന്നിധിയിൽ കരുണ കണ്ടെത്തിയ ഒരു വലിയ സംഭവത്തിൻ്റെ ഓർമ്മ അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കും ഒരുമിച്ച് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ഈ ആത്മീയ അനുഭവത്തിലായിരിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു അനുതാപത്തിലേക്കും ഒരു പുതുക്കത്തിലേക്കും അടുത്തു വരുവാൻ തക്കവണ്ണം ഈ ചിന്തകളും ഈ സമയവും നമ്മളെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് ഏവൻഗലിസ്തയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ. 11-ാം അധ്യായം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കുന്ന ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. ഊമയായിരുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഭൂതം ബാധിച്ചിരുന്നു. കർത്താവ് അയാളിലുള്ള ഭൂതത്തെ പുറത്താക്കുകയും ഈ മനുഷ്യൻ സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇത് നടക്കുമ്പോൾ ഏറെ ആളുകൾ പല തരത്തിലാണ് ഈ സൗഖ്യത്തെ സമീപിക്കുന്നത്. ചില ആളുകൾ പറയുന്നു ഇവൻ ഭൂതത്തെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണ്. വേറെ ചില ആളുകൾ ചോദിക്കുന്നു, ഡു യു ഹാവ് എനി സൈൻ ടു ഷോ us? എന്തെങ്കിലും അടയാളം നിനക്ക് ഇതല്ലാതെ കാണിക്കുവാനുണ്ടോ എന്നും മറ്റും ചോദിച്ച് ഇങ്ങനെ ജനം തന്നെ സംശയിക്കുന്ന ഒരനുഭവം. കർത്താവ് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു രാജ്യം അതിൽ തന്നെ ചിതറിച്ചാൽ അതിനെങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കുമെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ അവിടെയാണുള്ളത്. അതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ, പുരുഷാരത്തിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ വീണ്ടും പുരുഷാരം കർത്താവിന് ചുറ്റും ഇങ്ങനെ അടുത്തുകൂടുകയാണ്. അപ്പോഴാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി എന്നവണ്ണം നമ്മുടെ കർത്താവ് സംസാരിച്ചു തുടങ്ങുന്നത്. 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം മുതൽ കർത്താവ് പറഞ്ഞു തുടങ്ങുകയാണ്. കർത്താവ് പറയുന്നു, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, അത് അടയാളം അന്വേഷിക്കുന്നു. കർത്താവ് സംശയലേശമെന്നെ പറയുന്നു, യോനായുടെ അടയാളമല്ലാതെ അതിന് ഒരു അടയാളവും കൊടുക്കുകയില്ല. ശ്രദ്ധേയമായ വാക്യം. കർത്താവ് പറയുന്നു, യോന നിനുവായക്കാർക്ക് ഒരു അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ഒരടയാളമാകും. യോന നിനുവായക്കാർക്ക് ഒരു
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മുടെ കർത്താവ് തന്നെ ഉപമിക്കുന്ന ഒരു പ്രവാചകനാണ് യോനാ പ്രവാചകൻ. പലപ്പോഴും പഴയ നിയമഭാഗത്ത് അല്പം അനുസരണക്കേടിന്റെയും അവിശ്വസ്തതയുടെയും ഒക്കെ പ്രതീകമായി യോനയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുവാൻ ശ്രമിക്കുമ്പോൾ സംശയലേശമന്യേ തന്നെ കർത്താവ് യോനായുമായി ഉപമിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും പണ്ഡിതന്മാർ പറയാറുണ്ട്, ജോന വാസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ഒരു മുൻകുറി എന്നവണ്ണം അല്ല, ഒരു മുൻ ആസ്വാദനം എന്നവണ്ണം യോനാ പ്രവാചകനെ പലപ്പോഴും വായിക്കാറുണ്ട്. യോനായുടെ ജീവിതവും പ്രവർത്തനവും നിനുവായക്കാർക്ക് അടയാളമായി. കർത്താവ് പറയുകയാണ്, ഏതാണ്ട് അതേപോലെ അല്ലെങ്കിൽ അതിലും കുറെ കൂടെ മെച്ചമായ ഒരു അടയാളമായി താൻ തന്നെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കാകുമെന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്. ഈ വേദഭാഗം താഴേക്ക് വരുമ്പോൾ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, നോക്കൂ, ഇതാ യോനായേക്കാളും വലിയവൻ, ഇതാ യോനായേക്കാളും വലിയവൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ യോനായുമായി ഒന്ന് താരതമ്യപ്പെടുത്തുകയും യോന ചെയ്തതിലും അധികമായി ഈ തലമുറയ്ക്ക് അടയാളമായി മനുഷ്യപുത്രൻ നിൽക്കുന്നതിന്റെ സാംഗത്യവുമാണ് ഈ വേദഭാഗം അടിവരയിടുന്നത്. ഏറെ സാധർമ്മ്യങ്ങളും സാദൃശ്യങ്ങളുമുണ്ട് യോനായും നമ്മുടെ കർത്താവുമായിട്ട്. നോക്കൂ, യോന ഐക്യപ്പെട്ടത് പാപപങ്കിലമായ നിനുവയരോട് അനുതാപം പ്രസംഗിക്കുവാനാണ്, മാനസാന്തരം പ്രസംഗിക്കുവാനാണ്. നമ്മുടെ കർത്താവും ഐക്യപ്പെട്ടത് പാപം നിറഞ്ഞ, പാപത്താൽ വഷളായി പോയിരുന്ന ഒരു ലോകത്തിന് മാനസാന്തരം പ്രസംഗിക്കുവാനാണ്. കർത്താവിന്റെ പ്രസംഗം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാനസാന്തരം എന്ന പ്രസംഗമായിരുന്നു. യോനയുടെയും നമ്മുടെ കർത്താവിന്റെയും പ്രസംഗത്തിന്റെ കാതൽ മാനസാന്തരമാണ്, തിരികെയല്ല. ദൗത്യ നിർവഹണത്തിൽ നമുക്കറിയാം, യോന പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനം എന്താണോ ദൈവം യോനയിൽ നിന്നും ആഗ്രഹിച്ചത്, അത് നിനുവയുടെ മാനസാന്തരമാണെങ്കിൽ അത് സാധ്യമാകുന്നുണ്ട്. നിനുവ മാനസാന്തരപ്പെടുന്നുണ്ട്. ഇവിടെയും നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലും കർത്താവ് തന്റെ രക്തം കൊടുത്ത് ഈ ലോകത്തെ, സഭയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന ഒരു മഹാ അനുഭവവും നാം കാണുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായി കർത്താവ് തന്നെ പറയുന്നു, യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നു, മനുഷ്യപുത്രനും അതേപോലെ 3 ദിവസം ഭൂമിയുടെ ഉള്ളിലായിരിക്കും. ഇങ്ങനെ ഏറെ സാധർമ്മ്യങ്ങളാണ് യോനാ പ്രവാചകനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തമ്മിൽ. സ്നേഹിതരെ, ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവ് അടിവരയിടുന്ന യോന എങ്ങനെയാണ് നിനുവായിക്ക് അടയാളമായത് എന്നൊന്ന് വായിക്കുവാൻ, മനുഷ്യപുത്രൻ എങ്ങനെയാണ് ഈ തലമുറയ്ക്ക് അടയാളമാകുന്നത് എന്നൊന്ന് വായിക്കുവാൻ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഈ അടയാളങ്ങളെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുമെന്ന് ഒന്ന് വായിക്കുവാനായി ഈ സമയത്തെ വേർതിരിക്കുകയാണ്. 3 അടയാളപ്പെടുത്തലുകളെ കുറിച്ചൊന്ന് വായിക്കുവാനും ധ്യാനിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുക. യോനായും മനുഷ്യപുത്രനും അടയാളമായ 3 അടയാളപ്പെടുത്തലുകൾ. ഒന്നാമത് ഞാൻ കുറിച്ചിരിക്കുന്നത് ആയിരിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിന്റെ അടയാളമെന്നാണ്. ആയിരിക്കേണ്ട ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിന്റെ അടയാളം. About the place one is supposed to be. ആയിരിക്കേണ്ട ഇടം. നോക്കൂ, യോന ആരാണ്? ഒരു പ്രവാചകനാണ്. പഴയ നിയമകാലത്ത് ഏറെ പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ നിരയിൽ യാതൊരു ന്യൂനതയുമില്ലാത്ത, യാതൊരു കുറവുമില്ലാത്ത പ്രവാചകന്മാരിൽ ഒരാളാണ് യോനാ പ്രവാചകൻ. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രവാചകൻ എന്ന വാക്കിനെ കുറെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയേണ്ട ഒരാൾ, ആ ഒരു തലത്തിലാണ് പലപ്പോഴും കാണുക. എന്നാൽ പ്രവാചകന്മാർക്ക് അതിലുമേറെ ദൗത്യങ്ങളുണ്ട്. പലപ്പോഴും നാം പറയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, എ പ്രോഫറ്റ് ഹാസ് 2 duties. One of that is forth-telling and the other one is foretelling. 2 ദൗത്യങ്ങളുണ്ട് അത്രേ. ഒന്ന് ഫോർത്ത്-ടെല്ലിംഗ് ആണ്. ഫോർത്ത്-ടെല്ലിംഗ് എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും. വരുവാനിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് മുൻകൂട്ടി പറയുക എന്നൊക്കെയുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറയുന്നുണ്ട്, ഇതാ കന്യക ഗർഭവതിയായൊരു, അത് ഫോർത്ത്-ടെല്ലിംഗ് ആണ്. ഇനിയും അപ്പുറം നടക്കാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറയുകയാണ്. എന്നാൽ അതോടൊപ്പം അവർക്ക്, ഈ പ്രവാചകന്മാർക്ക് മറ്റൊരു ദൗത്യവുമുണ്ട്.
അതിനെ വിളിക്കുന്നത് ഫോർത്ത് ടെല്ലിംഗ് എന്നാണ്. അത് മറ്റൊന്നുമല്ല, വർത്തമാനകാല ജീവിത സാഹചര്യങ്ങളെ നോക്കൂ. ദാവീദ് രാജാവ് പാപം ചെയ്തു. ദാവീദ് രാജാവ് പാപം ചെയ്ത് മറുതലിച്ചു പോയപ്പോൾ ഒരു പ്രവാചകൻ ധൈര്യത്തോടെ രാജസന്നിധിയിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, തെറ്റ് ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ. അതിനെയാണ് നമ്മൾ ഈ ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറയുക. വർത്തമാനകാല ജീവിതാനുഭവങ്ങളെ ദൈവാത്മ നിറവിൽ വ്യാഖ്യാനിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ. യോനാ പ്രവാചകനും ഈ രണ്ട് ദൗത്യങ്ങളുണ്ട്. ഹി വാസ് എ ഫോർ ടെല്ലർ, അതോടൊപ്പം ഹി വാസ് എ ഫോർത്ത് ടെല്ലർ. അങ്ങനെ ദൈവാത്മ നിറവിൽ ജീവിച്ചൊരു മനുഷ്യനോട് ദൈവം ഒരു നിയോഗം കൊടുക്കുകയാണ്. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. ദൗത്യമാണ്, നിയോഗമാണ്. യോന പോകേണ്ട ഇടം നിനിവയാണ്. നമ്മുടെ തലക്കെട്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം, ആയിരിക്കേണ്ട ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. യോന ആയിരിക്കേണ്ട ഒരു ഇടമുണ്ട്. അതേതാണ്? നിനേവ നഗരമാണ്. യോനയെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തേണ്ട സ്ഥലം നിനിവ നഗരമാണ്. എന്നാൽ യോന കാണപ്പെടുന്നത് എവിടെയാണ്? നിനിവയിൽ കാണപ്പെടേണ്ട യോന, നിനിവയിൽ പ്രവാചക ദൗത്യം നിർവഹിക്കേണ്ട യോന, അവനിപ്പോൾ കാണപ്പെടുന്നത് തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പലിലാണ്. ആ കപ്പലിന്റെ അടിത്തട്ടിൽ സുഖസുഷുപ്തിയിൽ മറ്റ് യാതൊരു ബോധവുമില്ലാതെ നിദ്രയിലാണ്ട് കിടക്കുന്ന യോനയെയാണ് കാണുന്നത്. ആയിരിക്കേണ്ട ഒരിടമുണ്ട്. ആയിരിക്കേണ്ട ഇടത്ത് കാണപ്പെടാതെ തനിക്ക് തോന്നിയ ഇടത്തിൽ, മറ്റേതോ ഇടത്തിൽ ആയിരിക്കുന്ന ഒരു യോന പ്രവാചകനെയാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഈ സമയത്ത് നാം ധ്യാനിക്കേണ്ടത്. കൊടുങ്കാറ്റടിക്കുകയാണ്, കപ്പലാടി ഉലയുകയാണ്, ജനമെല്ലാം പരിഭ്രമിക്കുകയാണ്. എന്നാൽ യോന മാത്രം ഉറങ്ങുകയാണ്. മറ്റെല്ലാം മറന്ന് അയാൾ ഉറങ്ങുകയാണ്. വളരെ ശ്രദ്ധേയമായ ചില വരികളാണ് യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുക. കൊടുങ്കാറ്റടിച്ച് ജനമെല്ലാം പരിഭ്രമിച്ച് അവസാനം ചീട്ടിടുന്ന സമയത്ത് ഈ ചീട്ട് യോനയ്ക്ക് വീഴുകയാണ്. ഇവരെല്ലാവരും ഇവിടെ പോയി യോനയെ ഉണർത്തി യോനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ്. അവർ ചോദിക്കുകയാണ്, നിന്റെ തൊഴിലെന്ത്? വീണ്ടും ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? അവസാനിപ്പിക്കുന്നില്ല, നിന്റെ നാടേത്, നീ ഏത് ജാതിക്കാരൻ? നോക്കുക, ഓരോ വരികളും നിന്റെ തൊഴിലെന്ത്, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ, നീ എവിടെ നിന്ന് വരുന്നു, ഫ്രം വേർ യു ആർ കമ്മിങ് ഫ്രം, നിന്റെ നാടേത്, നീ ഏത് ജാതിക്കാരൻ. ഞാൻ ഈ വരികളെ ഒന്ന് മാറ്റി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ മനുഷ്യർ യോനയോട് ചോദിക്കുകയാണ്, ഹേ മനുഷ്യ, സത്യമായും നീ ഈ കപ്പലിൽ കാണപ്പെടേണ്ടവനാണോ? സത്യമായും ഈ കപ്പലിൽ ഉണ്ടാവേണ്ടവനാണോ നീ? സത്യമായും നിന്റെ ശരിയായ വഴിയിലേക്കാണോ നീ സഞ്ചരിക്കുന്നത്? യോനയുടെ മറുപടി ഒരുപക്ഷെ ചങ്ക് തകർന്നായിരിക്കും യോന മറുപടി പറയുക. യോന പറയുകയാണ്, എന്ത്? ഞാനൊരു എബ്രായക്കാരൻ, ഞാനൊരു എബ്രായക്കാരനാണ്. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു. 10-ാം വാക്യത്തിൽ യോന പറയുകയാണ്, എന്നാൽ ഞാനിപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്നു. ഞാനിപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു. സ്നേഹിത, ആയിരിക്കേണ്ട ഇടത്ത് കാണപ്പെടേണ്ട ഒരുവൻ തനിക്ക് തോന്നിയ ഇടത്തിൽ കാണപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അപജയമാണ് ഈ വേദഭാഗം കാണുക. സത്യമായും ഈ നോമ്പെന്ന് പറയുന്നത്, ഈ ധ്യാനമെന്ന് പറയുന്നത്, ഈ ആത്മീയത എന്ന് പറയുന്നത് ഇതൊരു യാത്രയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഇറ്റ് ഈസ് എ ജേർണി ഫ്രം ദ റോങ് പ്ലേസസ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്. നീ ആയിരിക്കുന്ന തെറ്റായ ഇടങ്ങളിൽ നിന്ന് നീ ആയിരിക്കേണ്ട ശരിയായ ഇടങ്ങളിലേക്കുള്ളൊരു യാത്രയാണ് സ്നേഹിത ഈ നോമ്പും ഈ പ്രാർത്ഥനകളുമൊക്കെ. തെറ്റിപ്പോകലിന്റെ, വഴിതെറ്റിപ്പോകലിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് യോനയുടെ പുസ്തകം ആരംഭിക്കുക. കർത്താവ് പറയുകയാണ്, ഇത് നിനിവയ്ക്കൊരു അടയാളമായിരുന്നു, മനുഷ്യപുത്രനും അടയാളമാണ്. പാരലലായിട്ട് നമ്മുടെ കർത്താവിന്റെ ജീവിതം ഒന്ന് വായിച്ചു നോക്കൂ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആര് എന്ന് പൗലോസ് ശ്ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്.
ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കുന്നവനാണ്, എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനാണ്. നോക്കൂ, അനുസരണക്കേട് കാരണം ഒരു മനുഷ്യൻ താൻ ആയിരിക്കുവാൻ പാടില്ലാത്തയിടത്തായിരിക്കുമ്പോൾ ഇവിടെ മനുഷ്യപുത്രൻ സ്വർഗാദി സ്വർഗങ്ങളിൽ വാഴുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഒരു നീണ്ട യാത്ര ചെയ്ത് മനുഷ്യനായി, ദൈവത്തിന് മരണമില്ല അല്ലേ, പക്ഷെ ഇവിടെ ദൈവം മരണത്തോളം താഴ്ത്തി. എങ്ങനെയുള്ള മരണം? അക്കാലത്തെ ഏറ്റവും ഹീനമായ മരണമായ കുരിശു മരണത്തോളം താഴ്ത്തി. ശ്ലീഹ എഴുതുകയാണ്, ഹി ബിക്കെയിം ഒബീഡിയന്റ്, അവൻ അനുസരണമുള്ളവനായി മാറി. സ്നേഹിത, ഈ രണ്ട് യാത്രകളെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ഒരുവൻ തെറ്റായ ചില ഇടങ്ങളിലേക്ക് ഓടുമ്പോൾ മറ്റവൻ അനുസരണമുള്ളവനായി നന്മയിലേക്ക് അടുത്തു വരികയാണ്. 12-ാമത്തെ വയസ്സിൽ നമ്മുടെ കർത്താവ് ദേവാലയത്തിൽ ചെന്നു. കഥ നമുക്കറിയാമല്ലോ. അപ്പനും അമ്മയും പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മകനെ കാണാനില്ല. ഏറെ ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം 3 ദിവസത്തിന് ശേഷം അപ്പനും അമ്മയും മകനെ കണ്ടെത്തുകയാണ്. മകനോട് അല്പം സങ്കടത്തോടെ അമ്മ ചോദിക്കുകയാണ്, മകനെ, നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു? ഞാനും നിന്റെ അപ്പനും നിന്നെ ഓർത്ത് എത്രയധികം വ്യസനിച്ചുവോ? നമ്മുടെ കർത്താവിന്റെ മറുപടി എന്താണ് അല്ലേ? ഞാനതിനെ വളരെ അല്പം സർക്കാസ്റ്റിക് ആയിട്ട് കാണാറുണ്ട്. കർത്താവ് പറയുകയാണ്, അമ്മ എന്തിനാണ് അമ്മയെ ആകുലപ്പെടുന്നത്? അമ്മ എന്തിനാണ് അമ്മയെ ടെൻഷൻ അടിക്കുന്നത്? എനിക്കിരിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഇടത്തല്ലേ അമ്മേ ഞാൻ ആയിരിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിന്റെ ആലയത്തിലല്ലേ ആയിരിക്കേണ്ടത്? ഇരിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഇടത്ത് ഇരിക്കുന്നതായി നമ്മുടെ കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. സ്നേഹിത, ഈ രണ്ട് സംഭവങ്ങളെയും നമ്മുടെ മനസ്സിന്റെ രണ്ട് ഫ്രെയിമുകളിൽ നിന്ന് വെച്ച് നോക്കണം. ഒരുവൻ ഇരിക്കുവാൻ പാടില്ലാത്ത ഇടത്തായിരിക്കുമ്പോൾ മറ്റവൻ സ്വർഗം ചായ്ച്ചിറങ്ങി വന്നവൻ പറയുകയാണ്, ഇരിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഇടത്ത് ഞാൻ ആയിരിക്കുന്നുവെന്ന്. സ്നേഹിത, ഈ നോമ്പുകാലത്ത് ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിക്കണം. ഒരു വൈദികനായിരിക്കുന്ന ഞാൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണപ്പെടുവാൻ പാടുള്ള ഇടങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂവോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. Am I at the right places of my life? എൻ്റെ ജീവിതത്തിലെ കൃത്യമായ ഇടങ്ങളിലാണോ എന്നെ അടയാളപ്പെടുത്തുന്നത്, ഞാൻ കാണപ്പെടുന്നത് എന്ന് ചോദിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ നിനുവായിലേക്ക് പോകുന്നുണ്ടാവാം, പ്രസംഗിക്കുന്നുണ്ടാവാം. ബട്ട് ഇഫ് ഐ ആം മിസ്പ്ലേസ്ഡ്, ഞാൻ കൃത്യമായ ഇടത്തല്ല എങ്കിൽ നിനുവായി ഒരിക്കലും രക്ഷപ്പെടില്ല. ഇതെന്റെ ഒരു കുമ്പസാരമായി, ഒരു ആത്മവിമർശനമായി അങ്ങ് വായിച്ചാൽ മതി. നമ്മൾ ഓരോരുവനും ആയിരിക്കുന്ന ഇടങ്ങളെ കുറിച്ച് ഈ ബോധ്യം ഉണ്ടാകണം. വിശുദ്ധ വേദപുസ്തകത്തിലെ 1-ാമത്തെ ചോദ്യം തന്നെ ഈ ഇടങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ്. വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിലേക്ക് വരുമായിരുന്നു, ആദമും ഹവ്വയും ഒത്തുചേർന്ന് നടക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം നോക്കിയപ്പോൾ ആദമും ഹവ്വയും ഇല്ല. ദൈവം വിളിച്ചു ചോദിക്കുകയാണ്, എന്ത്? ആദമേ, ആദമേ, നീ എവിടെ? കാണേണ്ട സ്ഥലത്ത്, ആയിരിക്കേണ്ട ഇടത്ത് മകനെ നിന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമാണ്. ആദമേ, ആദമേ, നീ എവിടെയായിരിക്കുന്നു എന്നുള്ള ചോദ്യം. എന്നോട് ക്ഷമിക്കണം, കൗമാരക്കാരനായ മകൻ രാത്രി മുഴുവനും മുറിയുടെ ഉള്ളിൽ വെളിച്ചം തെളിച്ച് പഠിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന അമ്മ, ഏതോ നിമിഷം അമ്മ തിരിച്ചറിയുന്നുണ്ട്, ഈ മകൻ അവൻ പഠിക്കുകയല്ല. കൗമാരക്കാരാ, നീ നിന്നോട് ചോദിക്കണം, നിന്റെ ജീവിതത്തിൽ സത്യമായും ആയിരിക്കേണ്ട ഇടത്താണോ നീ ആയിരിക്കുന്നത്? നിന്നെ കാണപ്പെടേണ്ട ഇടങ്ങളിലാണോ നീ കാണുന്നത്? മദ്യപാനി, ഈ നോമ്പുകാലത്ത് മദ്യം കഴിക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ടു പോയ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ ജീവിതത്തിലെ കാണപ്പെടേണ്ട ഇടത്താണോ ഞാൻ കാണപ്പെടുന്നത്? ചില അവിശ്വസ്തതകൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഏറെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സംരക്ഷണയും വിശ്വാസവും സ്നേഹവും ഉള്ളപ്പോൾ അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, കാണപ്പെടേണ്ട ഇടത്താണോ സത്യമായും ഞാൻ കാണപ്പെടുന്നത്? ശിഷ്യന്മാരുടെ സമൂഹത്തിലെ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു പരിശുദ്ധനായ പത്രോസ്ലീഹ. നമ്മുടെ കർത്താവ് അത്രയധികം സ്നേഹിച്ച, ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയ ശിഷ്യനാണ്. എന്നാൽ നിർണായക സമയത്ത് അവൻ കാണപ്പെടുന്നത് ബാല്യക്കാരികളുടെ കൂടെയും തീ കായുന്നവരുടെ കൂടെയും ഒറ്റിക്കൊടുക്കുന്നവരുടെയും കൂടെയാണ് സ്നേഹിത. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പത്രോസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. പക്ഷെ ഞാൻ അതിനെ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പത്രോസെ നീ ജീവിക്കുന്നുണ്ടോ എന്നാണ്. നീ ജീവിക്കുന്നുണ്ടോ സ്നേഹിത? നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കണം, ഞാൻ ജീവിക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വരി അത്ര അർത്ഥവത്താണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആർ യു അലൈവ് ഓർ ജസ്റ്റ് എക്സിസ്റ്റിംഗ്? നീ സത്യമായും ജീവിക്കുന്നുണ്ടോ, അതോ ഇവിടെ അങ്ങ് നിലനിൽക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ചോദ്യം. പാപം എന്ന വാക്ക് പലപ്പോഴും ഗ്രീക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഹമാർത്തിയ എന്നൊരു പദം കൊണ്ടാണ് അത് അടയാളപ്പെടുത്തുക. ഹമാർത്തിയ എന്ന ഗ്രീക്ക് പദത്തിന്, പാപത്തിന് തുല്യമായ പദത്തിന് ലക്ഷ്യം തെറ്റിപ്പോകുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ അമ്പെയ്ത്ത് മത്സരങ്ങളിലൊക്കെ കൃത്യം നടുക്ക് കൊള്ളണമെന്ന ലക്ഷ്യത്തോടെ അമ്പെയ്യും. ലക്ഷ്യം അതാണെങ്കിൽ പോലും പലപ്പോഴും എയ്യുന്നതിനിടയ്ക്ക് ഈ ലക്ഷ്യസ്ഥാനം മാറിപ്പോകും. നമുക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഈ ഇടത്തെക്കുറിച്ച് ബോധ്യം വേണം. ഓരോരുവനും സ്നേഹിത ഒരു നിയോഗമുണ്ട്. ഒരപ്പനായി, അമ്മയായി, ഒരു ഭർത്താവായി, ഭാര്യയായി, ഒരു വൈദികനായി, ഒരു അധ്യാപകനായി എങ്ങനെ നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ജീവിതത്തിനും നിയോഗമുണ്ടെന്ന് മറന്നു പോകരുത്. കാണപ്പെടേണ്ട, ആയിരിക്കേണ്ട ഇടങ്ങളുണ്ട് സ്നേഹിത. ആ ഇടങ്ങൾ കൃത്യമായിട്ട് ബോധ്യമുണ്ടാവണം. ലക്ഷ്യം തെറ്റിപ്പോകാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. യോന ആയിരിക്കേണ്ട ഇടത്തെത്തിയപ്പോൾ നിനിവയും ആയിരിക്കേണ്ട ഇടത്തെത്തി. യോന ആയിരിക്കേണ്ട ഇടത്തെത്തിയപ്പോൾ നിനിവയും ആയിരിക്കേണ്ട ഇടത്തെത്തി. മറ്റാരെയും നമ്മുടെ ജീവിതത്തിന്റെ ഉടയവനാക്കാതെ എൻ്റെ കർത്താവ് എന്നോട് കൽപ്പിക്കുന്ന ബോധ്യങ്ങളെ നിറപടിയോടെ ജീവിതത്തിലെ സ്വീകരിക്കുവാൻ ഒന്നാമത്തെ കുറിപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ അടയാളം ആയിരിക്കേണ്ട ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടെ പറയട്ടെ. ഇറ്റ് ഈസ് എ ജേർണി ഫ്രം ദ റോങ് പ്ലേസസ് ഓഫ് യുവർ എക്സിസ്റ്റൻസ് ടു ദ പ്ലേസസ് യു ആർ സപ്പോസ് ടു ബി. ഒന്നാമത്തെ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. ആയിരിക്കേണ്ട ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പ്, യോനയുടെ ജീവിതം, നമ്മുടെ കർത്താവിന്റെ മാതൃക. രണ്ടാമത്തെ കുറിപ്പ്, രണ്ടാമത്തെ അടയാളപ്പെടുത്തൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നീ മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലിന്റെ അടയാളമാണ്. നീ മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലിന്റെ അടയാളം. ഞാൻ തന്നെ വളരെ ലളിതമായ വാക്കിൽ എബൌട്ട് വൺസ് കൺസേൺ ഫോർ അതേഴ്സ് എന്നാണ് എഴുതിയിരിക്കുക. എബൌട്ട് വൺസ് കൺസേൺ ഫോർ അതേഴ്സ്. അല്പം ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഈ നിനെവ എന്ന് പറയുന്ന നഗരം ഇസ്രായേലിന്റെ ഭാഗമല്ല. ഒരുപക്ഷെ നമ്മളിൽ കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഇസ്രായേലിന്റെ ശത്രു രാജ്യമായ അസീരിയ, വേദപുസ്തകത്തിൽ, മലയാള വേദപുസ്തകത്തിൽ അശൂര്യർ എന്ന് എഴുതിയിരിക്കുന്ന, രാജാക്കന്മാർ 2-ാം പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്ന അശൂര്യരുടെ അല്ലെങ്കിൽ അസീറിയക്കാരുടെ തലസ്ഥാന നഗരമാണ് നിനെവ എന്ന് പറയുന്ന നഗരം. ഇസ്രായേലിന്റെ ശത്രുവാണ്. ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയ രാജ്യമാണ് ഈ അസീറിയ എന്ന് പറയുന്ന രാജ്യം. പിന്നീട് ആ നിനുവയെ കരുതുവാനാണ് ആര് പറയുക? ദൈവം ആരോട് പറയുക? ഇസ്രായേലിന്റെ പ്രവാചകനായ യോനയോട് പറയുക. ഇസ്രായേലിന്റെ പ്രവാചകനാണ് യോന. യോനയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നത് നിന്റെ ശത്രു രാജ്യമായ നിനുവയോട് പോയി മാനസാന്തരം പ്രസംഗിക്കുക എന്നാണ്. സ്വാഭാവികമായിട്ടും യോനയ്ക്ക് ചിന്തിക്കാം, വൈ ഷുഡ് ഐ? ഞാൻ എന്തിനു പോകണം? അല്ലെങ്കിൽ തന്നെ അവർ ഞങ്ങളുടെ ശത്രുക്കളാണ്. അവർ ഇങ്ങനെ നശിച്ചു പോകുന്നെങ്കിൽ അങ്ങനെ അങ്ങ് നശിക്കട്ടെ എന്ന് സ്വാഭാവികമായും യോനയ്ക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ അതൊക്കെയാകാം യോനയെ നിനുവായിലേക്ക് പോകാതെ തർസീസിലേക്ക് ഓടിപ്പോകുവാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഞാൻ എന്തിനവിടെ പോകണം? ഞാൻ പോയി പറഞ്ഞാൽ അവർ എന്നെ സ്വീകരിക്കുമോ എന്ന് പോലും യാതൊരു ബോധ്യവുമില്ല. പിന്നെ ഞാൻ എന്തിനു പോകണമെന്നുള്ള ചോദ്യങ്ങളൊക്കെയാകാം യോനയെ പിറകിലേക്ക് വലിക്കുന്നത്. യഥാർത്ഥത്തിൽ
നിനിവയിലേക്ക് പോകുക എന്ന് യഹോവയായ ദൈവം യോനയോട് പറയുമ്പോൾ അതിനർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: യോന, നീ മാത്രമല്ല, നിന്റേത് മാത്രമല്ല, അതിനപ്പുറത്ത് മറ്റു ചിലതും കൂടെയുണ്ട്. നീ മാത്രമല്ല, നിന്റേത് മാത്രമല്ല, അതിനപ്പുറത്ത് മറ്റു ചിലതും കൂടെയുണ്ട് എന്ന് സ്നേഹിതരെ യോനയെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. യോനയുടെ പുസ്തകത്തിന്റെ അവസാനത്തെ വരികൾ എത്ര മനോഹരമാണെന്നോ! ഏറ്റവും അവസാനത്തെ വരിയിൽ ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി ആവണക്കിനെ ഓർത്ത് യോന നെടുവീർപ്പിടുമ്പോൾ വീണ്ടും ദൈവം യോനയോട് ചോദിക്കുകയാണ്, ഇന്നലെ കിളിർത്തു വന്ന് ഇന്ന് വാടിപ്പോയ ആവണക്കിനെ കുറിച്ച് നിനക്ക് ഇത്ര സങ്കടമുണ്ടെങ്കിൽ പറയുകയാണ്, ഇടങ്കൈയും വലങ്കൈയും തമ്മിൽ തിരിച്ചറിയാത്ത 1,20,000-ൽ പരം ജനങ്ങളെ കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? സ്നേഹവാനായ ഒരു ദൈവത്തിന്റെ ചിത്രമാണ്, പ്രതിബിംബമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ നാം കാണുക. നീ മാത്രമല്ല എന്ന് യോനയെ ഓർമ്മപ്പെടുത്തുന്ന അതിമനോഹരമായ പരാമർശങ്ങളാണ്, ദർശനങ്ങളാണ്. ഇതിന് തുല്യമായി മനുഷ്യാവതാരം ചെയ്ത കർത്താവിനെ സ്നേഹിത ധ്യാനിക്കണം. എന്റേത് എന്ന് വിചാരിച്ച് തന്നിലേക്ക് മാത്രം ഒതുങ്ങുവാൻ ആഗ്രഹിക്കുന്ന യോന അടയാളമായി ഇവിടെ നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം തൊട്ട് ആ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം തുടങ്ങുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. ദൈവം ആരെ സ്നേഹിച്ചു? ഇസ്രായേലിനെ അല്ല സ്നേഹിച്ചത്, ദൈവം ലോകത്തെ മുഴുവനും സ്നേഹിച്ചുവെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സ്നേഹാനുഭവമുണ്ട്. മാലാഖ വന്ന് നിന്റെ ഭാര്യ എലിസബത്തിനെ സ്വപ്നത്തിലാണ് ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്നൊക്കെ യോസഫിനോട് പറയുമ്പോൾ അവളിൽ നിന്നും ഉൽപ്പാദിതമാകുന്ന പ്രജ, ആ പ്രജയ്ക്കൊരു പേര് കൊടുക്കുന്നുണ്ട്. എന്താണ് പേര്? അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. എന്താണ് ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം? ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. ഞാൻ ഈ കർത്താവിനെ പരിചയപ്പെടുത്തുവാനായി ഈ കുഞ്ഞു വാക്യങ്ങൾ, ഏറെ പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. ഈ വാക്യങ്ങൾ എന്തിന് ഞാൻ ബോധപൂർവം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, യോനായെ പോലെ ഒരു പ്രവാചകൻ തൻ്റേത് എന്ന് മാത്രം വിചാരിച്ച് തന്നിലേക്ക് ചുരുങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ, സർവ്വലോകത്തെയും സ്നേഹിച്ചുകൊണ്ട് നമ്മോട് കൂടെയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന, ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു അനുഭവം നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട് സ്നേഹിത. യഥാർത്ഥത്തിൽ ഒറ്റ വാചകത്തിൽ എന്താണ് വാട്ട് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ദൈവം സ്നേഹമാണ്. തിരുമേനി പണ്ട് പാടിയില്ലേ, സ്നേഹമേ ക്രൂശിൻ സ്നേഹമേ നിന്റെ ആഴം ഞാനൊന്നു കാണട്ടെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മനുഷ്യാവതാരം ചെയ്തത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ആ സ്നേഹവലയത്തിനകത്ത് യഹൂദനെന്നില്ല, യവനനെന്നില്ല, അഗ്രചർമ്മി എന്നില്ല, പരിച്ഛേദനക്കാരനെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല സ്നേഹിത. എന്നാൽ ഇന്ന് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് എന്നോ, ഇങ്ങനെ സ്നേഹത്തോടെ മറ്റുള്ളവനെ കരുതണമെന്ന് പറഞ്ഞ് എന്നിലേക്ക് വന്നൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവനായ എനിക്ക് ആരെയും സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. അതെനിക്കറിയാം, അത് വലിയ വേദനയാണല്ലോ. അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല, അല്ലേ? അത് ഞാൻ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും. എന്നാൽ അല്പവും കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന വേദനകളിൽ ഒന്ന്, സത്യമായി ഞാൻ വിശ്വസിക്കുന്നു, ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന. ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന. നമ്മുടെ കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ലേ? കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയെന്നല്ലേ പറയുന്നത്? തൊട്ടില്ലെങ്കിലും സൗഖ്യം കിട്ടാവുന്ന ഒരിടത്ത് വഴിയെ നടന്നു പോയപ്പോൾ
കുപ്പായത്തിന്റെ വിളുമ്പിൽ പിടിച്ച സ്ത്രീക്ക് പോലും എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. എന്തിനാ കർത്താവ് തൊട്ടത്? ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എൻ്റെ പുസ്തകത്തിൽ വായിച്ചതാണ്, ഈ സ്നേഹം എന്ന വാക്ക്, ഈ ചേർത്ത് പിടിക്കൽ എന്ന വാക്കിനെ നീതി എന്നൊരു വാക്ക് കൊണ്ട് അടയാളപ്പെടുത്താറുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു നീതിയാണ്. എന്താണ് നീതി? രണ്ടു പേർ തമ്മിലുള്ള ബന്ധത്തിൽ, ഞാനും അച്ഛനും അല്ലെ, ഞങ്ങൾ ഒരു വർഷമായി കണ്ടിട്ടെന്ന് വിചാരിച്ചുള്ളൂ, എന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്, അല്ലെങ്കിൽ അച്ഛനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പ്രതീക്ഷിക്കാം, എന്നെ കാണുമ്പോൾ അച്ഛനൊന്ന് ചിരിക്കുമായിരിക്കും. എനിക്ക് അച്ഛനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്, എന്നെ കാണുമ്പോൾ അച്ഛനൊന്ന് ചിരിച്ചു കാണിക്കും. എൻ്റെ പ്രതീക്ഷയാണ് ഒരു പുഞ്ചിരി. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട്, അച്ഛാ സന്തോഷമായിരിക്കുന്നേ, കുടുംബമൊക്കെ സൗഖ്യമായിരിക്കുന്നേ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പുഞ്ചിരിയാണ്. എന്നാൽ എനിക്ക് ലഭിക്കുന്നത് അതിനപ്പുറമുള്ള സ്നേഹവും കുശലങ്ങളുമാണ്. കുഷ്ഠരോഗി കർത്താവിന് മുൻപിൽ വന്ന് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. പലർക്കും സൗഖ്യം കൊടുക്കുന്നില്ലേ? ഒരുപക്ഷെ എനിക്കും സൗഖ്യം കിട്ടുമായിരിക്കും എന്നുള്ളതാണ് കർത്താവിനെ കുറിച്ച് ഈ കുഷ്ഠരോഗിക്കുള്ള ആഗ്രഹം. എന്നാൽ കർത്താവ് സൗഖ്യത്തിന് മുമ്പ് കൈനീട്ടി അവനെ തൊടുകയാണ്. ആ തൊടലിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ സ്നേഹിത. കുഷ്ഠരോഗം ബാധിച്ച് എന്നോ തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, സമൂഹത്തിൽ ജീവിക്കുവാൻ അർഹതയില്ല, വല്ല ഗുഹകളിലോ കാട്ടിലോ ആരുമില്ലാത്ത ഇടത്തോ പോയി താമസിച്ചു കൊള്ളണം. അറിയാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് മുമ്പിൽ വന്നാൽ അവനെ കല്ലെടുത്തെറിഞ്ഞു കളയും. ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും അവനെ ഒന്ന് തൊട്ടിട്ട് വർഷങ്ങളായി കാണും. സൗഖ്യമാണ് അവൻ ആഗ്രഹിക്കുന്നത് കർത്താവിൽ നിന്ന്. എന്നാൽ സൗഖ്യത്തിന് മുമ്പ് സൗഖ്യം പ്രതീക്ഷിച്ചവനെ ചേർത്ത് പിടിക്കുന്ന, എടാ ഞാനുണ്ട്, ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ട എന്ന് പറഞ്ഞവനെ സമാശ്വസിപ്പിക്കുന്ന നീതിയുള്ള സ്നേഹമുള്ള ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അതിനെയാണ് നീ മാത്രമല്ല എന്ന വാക്ക്. ഞാൻ ഒറ്റപ്പെടൽ എന്നൊരു വാക്കിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. നമുക്കിങ്ങനെ ഈ ഒറ്റപ്പെടൽ ബാധിച്ചവനെ എവിടെ കിട്ടും? ഈ ഒറ്റപ്പെടൽ ബാധിച്ചവനെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഒറ്റപ്പെടലുകൾ ഉള്ളത് നമ്മുടെ ഭവനങ്ങളിലാണ്, നമ്മുടെ സ്വന്തം വീടുകളിൽ. നമ്മൾ ഇന്ന് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതോ ചാരിറ്റി ചെയ്യുന്നതാണ് എന്ന് ഏതോ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. കുറെ നന്മ പ്രവർത്തികൾ വല്ല സദനങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും പോയി ചെയ്യുന്നതാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഈ ആരും തൊടാനില്ലാത്തവനെ കൈ നീട്ടി ഒന്ന് തൊടാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അവനെയാണ് ഞാൻ ഈ ഒറ്റപ്പെട്ടവനെന്ന് വിളിച്ചത്. പ്രിയപ്പെട്ടവരെന്നോട് ക്ഷമിക്കണം, മാതാപിതാക്കൾ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ മക്കൾക്ക് പോലും നമ്മൾ മാർക്കിട്ട് മാറ്റിയിട്ടില്ലേ? കഴിവുള്ളവനെന്നും കഴിവില്ലാത്തവനെന്നും പറഞ്ഞ്, സമർത്ഥനെന്നും ഭോഷനെന്നും പറഞ്ഞ് ചിലരെ വല്ലാതെ ചേർത്ത് പിടിക്കുമ്പോൾ, പ്രയോജനമുള്ളവനെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ മറ്റവൻ നമ്മുടെ മകൻ തന്നെയാണ്, നമ്മുടെ മകൾ തന്നെയാണ് അല്ലേ? ഓരോ തവണയും കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തുമ്പോൾ സഹോദര, അവൻ അനുഭവിക്കുന്ന വേദനയെയും അവൻ അനുഭവിക്കുന്ന സങ്കടത്തെയും കാണാതെ എന്ത് സ്നേഹമാണ്. കർത്താവ് തൊട്ടുവെന്നാണ് പറയുക, അല്ല എനിക്കിഷ്ടം ഹി ഹഗ്ഡ് ഹിം എന്ന് പറയുവാനായിട്ടാണ്. വ്യഭിചാരത്തിൽ പിടിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ വിരലുകൊണ്ട് അല്ലേ കല്ലെറിയാൻ വന്നവരുടെ പേരുകൾ എഴുതി എന്ന് പറയുന്ന ഒരു വായനയുണ്ട്. പാപമില്ലാത്തവൻ എറിയാൻ പറഞ്ഞാൽ കർത്താവ് പറയുന്നത്, മോളെ നീ മാത്രമൊന്നുമല്ല, നിന്നെ പോലെ പാപം ചെയ്ത ഏറെ ആളുകൾ ഇവിടെയുണ്ട്, നിനക്കും ഈ ലോകത്തിൽ ജീവിക്കുവാൻ അർഹതയും അവകാശവും ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവ് അവളെ തിരികെ കൊണ്ടുവരികയാണ്. എനിക്ക് കഴിയുന്നില്ല സ്നേഹിത ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കുവാൻ, എന്നിൽ നിന്ന് അകലേക്ക് മാറി ഇങ്ങനെയൊന്ന് ആശ്ലേഷിക്കുവാൻ, ഇങ്ങനെയൊന്ന് സമയം കൊടുക്കുവാൻ. ഞാനൊരു വാക്കുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൃപ്തരാണോ? സത്യമായി ആർ വി ട്രൂലി ഹാപ്പി അബൌട്ട് അവർ ലൈഫ്സ്? നമ്മുടെ പങ്കാളികൾ നമ്മൾ തൃപ്തരാണോ? നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ ഭാര്യമാരിൽ 20 30 ഒക്കെ വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നവരാകാം. നമ്മുടെ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ.
കർത്താവ് ചോദിക്കുകയാണ്, ഫിലിപ്പോസേ, ഇത്ര കാലം എന്നോടുകൂടി ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലല്ലോ. നമ്മുടെ വീടുകളിലാണ് എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ഏറ്റവും അധികം കേൾക്കുന്നത്, അല്ലേ? ചായ, നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കുകയല്ലേ, സത്യമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലേ? ഇപ്പോഴും നമുക്ക് പരാതിയാണ്, ചെറിയ കാര്യങ്ങളിൽ പോലും പരാതിയാണ്, സങ്കടമാണ്, അസംതൃപ്തിയാണ്. സ്നേഹിത, വൃദ്ധരായ ഒരു കൂട്ടമില്ലേ വീട്ടിൽ? നമ്മൾ ഏതോ ഒരു നിമിഷം ചോദിച്ചു തുടങ്ങി, അമ്മയ്ക്ക് എന്നാത്തിന്റെ കുറവാ? ഭക്ഷണവും കഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ പോരാ എന്നേ. They also have their own rights. അവർക്കും ഈ നീതിയുടെ സ്നേഹത്തിന്റെ വലയത്തിലാകുവാൻ ആഗ്രഹവുമുണ്ട്, അവകാശവുമുണ്ട്. സ്നേഹിതരെ, ഇവിടെയാണ് നമ്മൾ ഈ നീതി എന്നല്ല, സ്നേഹം എന്നല്ല, ചേർത്ത് പിടിക്കൽ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കേണ്ടത്. യോന തന്നിലേക്ക് ഒതുങ്ങിയപ്പോൾ, ചുരുങ്ങിയപ്പോൾ അവന് സംഭവിക്കുന്ന അപജയങ്ങളാണ്. കർത്താവ് അതിനെ വിശാലമാക്കിയപ്പോൾ ഒരു സമൂഹം മുഴുവനും സന്തോഷത്തിന്റെയും വാത്സല്യത്തിന്റെയും അനുഭവത്തിലേക്ക് വരികയാണ്. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ തലമുറയിൽ അത്തരത്തിലൊരു അടയാളമാകുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നീതിയുള്ളവരാകുവാൻ എൻ്റെ പങ്കാളി, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, അയൽക്കാർ, ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ആരും പൂർണ്ണരല്ല, ബലഹീനതകൾ ഏറെയുള്ളവരാണ്. എന്നാൽ പരിമിതമായ ഇടങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, വാട്ട് മൈ ബിലവഡ് എക്സ്പെക്ട് ഫ്രം മീ, എൻ്റെ പ്രിയപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നതിനകത്തെല്ലാം വരും, എന്താണോ യുക്തിഭദ്രമായിട്ട് പ്രതീക്ഷിക്കുന്നത്, ഒരംശമെങ്കിലും സ്നേഹിത ചെയ്തു കൊടുക്കുവാൻ സാധിച്ചാൽ, നിറവേറ്റി കൊടുക്കുവാൻ സാധിച്ചാൽ, ഞാൻ പറയും ഞാൻ സ്നേഹമുള്ളവനാണ്, ഞാൻ നീതിയുള്ളവനാണ്. രണ്ടാമത്തെ കുറിപ്പിനെയും അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലിന്റെ അടയാളമാണ് യോനാ പ്രവാചകൻ. മനുഷ്യപുത്രനും അത് തന്നെയാണ് അടയാളപ്പെടുത്തുക. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, നിനുവയെയും ചേർത്ത് നിർത്തുവാൻ, നിനുവായിക്കും അനുതാപത്തിനുള്ള, മാനസാന്തരത്തിനുള്ള, പുതുക്കത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഏറെ ഉറക്കെ വിളിച്ചു പറയുവാൻ ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ആദമേ നീ എവിടെയെന്നാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം, വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം ആദമേ നീ എവിടെയെന്നാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ എവിടെയെന്നാണ്. നിന്റെ സഹോദരൻ എവിടെയെന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്നാ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? നമുക്ക് ഈ കുറിപ്പിനെ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് എഴുതിയിടാൻ കഴിയണം, അതെ, ഞാൻ എൻ്റെ സഹോദരന്റെയും കാവൽക്കാരനാണ്, ഞാൻ എൻ്റെ സഹോദരന്റെയും കാവൽക്കാരനാണ് എന്ന ബോധ്യത്തോടെ, നീ മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലിൽ ഈ നോമ്പുകാലത്തെ നമുക്ക് വേർതിരിക്കാം. രണ്ട് അടയാളപ്പെടുത്തലുകൾ മനസ്സിലുണ്ടാവട്ടെ. ഒന്ന്, ഇടങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരിക്കുന്നു, ആയിരിക്കേണ്ട ഇടത്തെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. രണ്ടാമത്, നീ മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലിന്റെ അടയാളമാണ്. മൂന്നാമത് ഞാൻ കുറിച്ചിരിക്കുന്നത്, അവസാനമായി കുറിച്ചിരിക്കുന്നത്, പരിഷ്കൃതമായ ദൈവ ബോധ്യത്തിന്റെ അടയാളമെന്നാണ്. പരിഷ്കൃതമായ ദൈവ ബോധ്യത്തിന്റെ അടയാളം. യോനയുടെ കഥ തുടങ്ങുന്ന നിമിഷം ഒരു ഇന്നത്തെ തലത്തിൽ നിന്ന് വായിക്കാമെങ്കിൽ, യോന ഒരു പ്രവാചകനാണ്. യോനായ്ക്ക് ഈ ദൗത്യം കൊടുക്കുന്നത് ആരാണ്? യഹോവയായ ദൈവമാണ്. ഞാൻ വിചാരിക്കുകയാണ്, യോനയെ സംബന്ധിച്ച് തനിക്ക് ഇത് തരുന്നയാൾ, ഹീസ് ലൈക്ക്, അല്ലെ, തനിക്കൊരു എംപ്ലോയർ പോലെ, ഒരു തൊഴിൽ ദാതാവ് എന്നതുപോലെ ഒരാളുണ്ട്. അയാൾ തനിക്ക് ചില നിയോഗങ്ങളൊക്കെ, ചില ജോലികളൊക്കെ കൽപ്പിച്ചു നൽകും. അതെനിക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതെനിക്ക് ഉൾക്കൊള്ളാം, ഉൾക്കൊള്ളാതിരിക്കാം. ഈ സമയത്ത് യോന വളരെ ലളിതമായി, വളരെ ലഘുവായി ഈ ദൈവ നിയോഗത്തെ അങ്ങ് തള്ളിക്കളയുകയാണ്. യോനയെ സംബന്ധിച്ച് തനിക്ക് കൽപ്പനകൾ നൽകുന്നത് അത്ര, അല്ലെ, യോന ദൈവത്തിന് കൽപ്പിച്ചു നൽകുന്ന സ്ഥാനം അത്ര മഹത്തായി ഒന്നല്ല. ഹീസ് ജസ്റ്റ് എൻ എംപ്ലോയർ ഫോർ യോന. യോനയുടെ ഒരു ദൈവ സങ്കല്പം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, തീർത്തും വികലമായ, അതുകൊണ്ടാവാം മറുദിശയിലേക്ക് ഓടി ഈ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന യോനയെ
പുസ്തകം വരച്ചു കാട്ടി തുടങ്ങുന്നത്. യോനയുടെ പുസ്തകത്തിൽ ഈ ദൈവസങ്കല്പങ്ങൾ ഏറെയുണ്ട്, ഓരോ അധ്യായത്തിലുമുണ്ട്. കപ്പലിന്റെ അടിത്തട്ടിൽ യോന കിടന്നുറങ്ങുകയാണ്. യോനയുടെ ഒപ്പമുള്ള ആളുകളൊക്കെ ആരാണ്? മറ്റു പല ദൈവങ്ങളെയും വിളിച്ചപേക്ഷിക്കുന്നവരാണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ യോനയുടെ ഈ സംഭവം കാണുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്, അവരെല്ലാവരും ചേർന്ന് യഹോവയോട് പ്രാർത്ഥിച്ചുവെന്നാണ്. യോനയെ കടലിൽ എറിയുന്നതിന് മുമ്പ്, കടലിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് യഹോവ ഇത് നിമിത്തം ഞങ്ങൾക്ക് അനർത്ഥമുണ്ടാവരുതേ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ, നോക്കൂ, വികലമായ ഒരു ദൈവസങ്കല്പത്തോടെ യോനയുടെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ യോനയുടെ ഈ പ്രവൃത്തി കാരണം കപ്പലിലുള്ള വിജാതിയർ പലരും യഹോവയെങ്കിലേക്ക് മനം തിരിഞ്ഞു തുടങ്ങുകയാണ്. തൊട്ടടുത്ത അധ്യായത്തിൽ അതുവരെ മറുതലിച്ചു പോയ യോന ദൈവസന്നിധിയിൽ അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കഥയുണ്ട്. തന്റെ പാപത്തെ ഓർത്ത്, തന്റെ അരിഷ്ടതയെ ഓർത്ത് യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ തന്റെ ദൈവസങ്കല്പത്തെ, താൻ മനസ്സിലാക്കിയ ദൈവാനുഭവത്തെ മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു യോനയുണ്ട്. തൊട്ടടുത്ത അധ്യായം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിജാതികളുടെ നഗരമായ ഒരു ദേശം, ഒരു നിനുവ നഗരം, അവരോട് പോയി യോന പറയുകയാണ്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനുവ നഗരം ഉന്മൂലമാകും. മാനസാന്തരപ്പെടുവാനൊന്നും യഥാർത്ഥത്തിൽ യോന നിനുവയോട് പറഞ്ഞില്ല. യോനയ്ക്ക് ഉറപ്പായിരുന്നു നിനുവ നഗരം നശിക്കുവാൻ പോവുകയാണ്. എന്നാൽ യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ ഇത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുക. 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നിനുവയിലെ രാജാവ് നടത്തുന്ന ഒരു കൽപ്പനയുണ്ട്. ഒരു ഉപവാസം പ്രഖ്യാപിച്ചിട്ട് പറയുകയാണ്, ഓരോരുവനും താൻ താന്റെ ദുർമാർഗവും സാഹസവും വിട്ടുതിരിയണം. യഹോവയെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത ഒരു ജനമാണ്. എന്നാൽ യോനയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ജനമൊന്നാകെ യഹോവയെങ്കിലേക്ക് തിരിയുകയാണ്. താൻ താന്റെ ദുർമാർഗവും സാഹസവും വിട്ടുതിരിഞ്ഞ് ഈ ജനമെല്ലാം ഒരുമിച്ച് അനുദപിക്കുകയാണ്. അതിമനോഹരമായ ഒരു പരാമർശം അവിടെയുണ്ട്. ജനമെല്ലാം അനുദപിച്ചു. ജനം അനുദപിച്ചപ്പോൾ ദൈവവും അനുദപിച്ചു. ജനം അനുദപിച്ചപ്പോൾ ദൈവവും അനുദപിച്ചു. നോക്കൂ, ഒരു സമൂഹം ഒന്നാകെ, ഞാൻ വിശ്വസിക്കുന്നത് കരുണയുള്ളവനായ, ക്ഷമിക്കുന്നവനായ ഒരു ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ്. വികലമായ ദൈവസങ്കല്പത്തോടെ ജീവിതം ആരംഭിക്കുന്ന യോനയാണ്. അവിടെ നിന്ന് കപ്പലിലുള്ളവർ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ഒരു നഗരം മുഴുവനും, ഒരു ദേശം മുഴുവനും നിനുവയെ കുറിച്ച് പറയുന്നത് നടന്നു പോയാൽ എത്ര ദിവസം എടുക്കുമെന്നാ പറയുക? ആ പുസ്തകത്തിനകത്തുണ്ട്, 3 ദിവസം എടുക്കും അത്രേ ഇങ്ങേയറ്റത്തിൽ നിന്ന് അങ്ങേയറ്റത്തെത്തുവാൻ. അങ്ങനെയാണെങ്കിൽ ആ നഗരം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാൻ ഇതിനെയാണ് പരിഷ്കൃതമായ ദൈവബോധ്യമെന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഈ പുസ്തകം അവസാനിക്കുന്ന നിമിഷം യോനയ്ക്ക് വീണ്ടും മറുതലിപ്പുണ്ടാകുമ്പോഴും ദൈവം പരിശ്രമിക്കുന്നത് യോനയെ പറഞ്ഞു പഠിപ്പിക്കുവാനാണ്. എന്ത്? യുവർ ഗോഡ് ഈസ് എ പ്രോവിഡന്റ് ഗോഡ്. കരുണയുള്ളവനായ ഒരു ദൈവമാണ് എന്ന് നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനം. അതല്ലേ പറയുക, നിനക്ക് ഈ ആവണക്കിനോട് അയ്യോഭാവം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ജനത്തോട് എത്രമാത്രം അയ്യോഭാവം തോന്നിയേക്കാം എന്നൊരു ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് വികലമായ ദൈവാനുഭവത്തെ പരിഷ്കരിച്ച് യോനയുടെയും ജനത്തിന്റെയും പരിഷ്കരിക്കപ്പെട്ട ദൈവബോധ്യത്തിലേക്കാണ് ഈ പുസ്തകം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുക. നാം 2 ചിന്തകളിലും ചിന്തിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ ഒരു ദൈവബോധ്യത്തെക്കുറിച്ചും ഒരു വാചകത്തിൽ, ഒരു വാക്യത്തിൽ നാം ഒന്ന് മനസ്സിലാക്കണം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരുന്നൊരു ദൈവചിന്തയുണ്ടായിരുന്നു. അത് ഭീകരനായ, സർവശക്തനായ, ചിലപ്പോഴൊക്കെ യഹോവ എന്ന വാക്കുപോലും, ഞാൻ ഭീകരൻ എന്ന വാക്ക് പറഞ്ഞത് ആ ഗാംഭീര്യത്തെ കുറിക്കുവാൻ മാത്രമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെയൊക്കെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറയുള്ള ഒരു ദൈവത്തെയായിരുന്നു യഹൂദൻ ദൈവമെന്ന് സങ്കല്പിച്ചിരുന്നത്. അങ്ങനെ സങ്കല്പിച്ചിരുന്ന കാലത്താണ് സ്വർഗം ജായിച്ച് മനുഷ്യപുത്രൻ താഴേക്ക് ഇറങ്ങി വന്നത്.
നമ്മുടെ വായനകളിലും പ്രാർത്ഥനകളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കർത്താവ് പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവാനുഭവമുണ്ട്. വളരെ ബോധപൂർവം നമ്മൾ ഇന്ന് വേർതിരിച്ച 11-ാം അധ്യായത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ശിഷ്യന്മാരൊക്കെ വന്ന് പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങളെയും കൂടെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. സ്വാഭാവികമായിട്ടും കർത്താവിന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാവാം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ യഹോവേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ യഹോവേ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ സർവശക്ത, അങ്ങനെയൊക്കെ പറയാമല്ലോ. കാരണം അങ്ങനെയൊക്കെയാണ് ഈ ദൈവത്തെ വിചാരിച്ചിരുന്നത്. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരുന്നിടത്ത് അന്നത്തെ ജനത്തെ സംബന്ധിച്ച് സമൂലമായൊരു പരിവർത്തനത്തോടെ കർത്താവ് ഈ ജനത്തോട്, ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവത്തെ നീ എന്ത് വിളിക്കണം? അപ്പ എന്ന് വിളിക്കണം. ദൈവത്തെ നീ അപ്പ എന്ന് വിളിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അകത്ത് കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത്. കർത്താവ് ഓരോ നിമിഷത്തിലും ഈ പിതൃബോധത്തോടു കൂടിയാണ് സ്നേഹിതനെ ദൈവത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. ദൈവമെന്ന് പറയുന്നത് നിന്നെ ശിക്ഷിക്കുവാനുള്ള ഒരുവനല്ല. ദൈവമെന്ന് പറയുന്നത് നിന്നെ ശാസിക്കുവാനും നിനക്ക് യാതന നൽകുവാനുമുള്ള ഒരുവനല്ല. അതിനൊക്കെ അപ്പുറത്ത് അവൻ നിന്റെ അപ്പനാണ് എന്ന് പഠിപ്പിക്കുന്ന വിശാലമായൊരു ദൈവബോധ്യത്തിലാണ് അന്നത്തെ സമൂഹവുമല്ല സ്നേഹിത ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളുമാവേണ്ടത്. നമ്മുടെ ദൈവബോധ്യങ്ങളും പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഏതോ ഒരു നിമിഷത്തിൽ നമുക്ക് ദൈവം ആര് എന്നൊരു ചോദ്യമുണ്ട്. ആരാണ് നമുക്ക് ദൈവം? ദൈവത്തെ പലപ്പോഴും നമ്മളൊരു ഫ്ലെക്സിബിൾ ഗോഡായിട്ട് അങ്ങ് മാറ്റിക്കളഞ്ഞു. ഒരു ഞാങ്ങണ പരുവത്തിൽ എൻ്റെ ഇഷ്ടമനുസരിച്ച്, എൻ്റെ ഹിതമനുസരിച്ച് എന്നോടുകൂടെ ആകേണ്ട ഒരു ദൈവം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, സത്യമായും പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുവാൻ പോലും എനിക്കിന്ന് പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ചെറിയൊരു സങ്കടമോ ചെറിയൊരു യാതനയോ വരുമ്പോൾ പോലും അവനെ വിട്ടുകളഞ്ഞ് ഒരു മുഴം കയറിൽ പോലും അഭയം തേടേണ്ട സാഹചര്യം നമുക്കൊക്കെ ഉണ്ടാകേണ്ടി വരുന്നത്. ഡു വി ഹാവ് എ പ്രോപ്പർ ഫെയ്ത്ത് ഇൻ ഗോഡ്? ഡു ഐ ബിലീവ് ഇൻ മൈ ഗോഡ്? ഞാനിത് വെറുതെ പ്രാസം ഒപ്പിച്ച് പറഞ്ഞതൊന്നുമല്ല. ഏറെ ജീവിതാനുഭവങ്ങൾ കാണുന്നത് കൊണ്ട് അല്പം സങ്കടത്തോടുകൂടെ തന്നെ അങ്ങ് പറഞ്ഞതാണ്. എൻ്റെ ആവശ്യങ്ങൾ, നമ്മൾ ഈ പ്രോസ്പെരിറ്റി സ്പിരിച്വാലിറ്റി എന്നൊക്കെ ഏറെ പറഞ്ഞ്, സമൃദ്ധിയുടെ സുവിശേഷം എന്നൊക്കെ ഏറെ പറഞ്ഞ് അങ്ങ് പഴകിപ്പോയി എന്ന് വിചാരിച്ചു കളയരുത്. നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവബോധ്യം അങ്ങനെയൊന്നല്ല സ്നേഹിത. ആവശ്യത്തിൽ ചെന്ന് സമീപിക്കാവുന്ന ഒരുവനല്ല നിന്റെ ദൈവം. അവൻ നിന്റെ അപ്പനാണ്. അവൻ എൻ്റെ അപ്പനാണ്. അതുകൊണ്ടാണ് എത്ര തെറ്റ് ചെയ്താലും, എത്ര പിഴ ചെയ്തു പോയാലും, അല്ലേ, നമ്മൾ പാടാറുണ്ട്, സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തീ ഞാൻ പോക്കി സുതപദവി. സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തീ ഞാൻ പോക്കി സുതപദവി. എങ്കിലും എനിക്കൊരു അവകാശമുണ്ട്. എന്ത്? കൂലിക്കാരനു സമമെന്നെ ഏറ്റടിയാനായി നിർത്തുക നിൻ വീട്ടിൽ. ധൂർത്തനായ പുത്രന്റെ കഥയെ ചൊല്ലി പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ്. ഞാൻ പാപം ചെയ്തു പോയെങ്കിലും, ഞാൻ പിഴച്ചു പോയെങ്കിലും എനിക്കൊരു അപ്പനുള്ളത് കൊണ്ട്. ആ മനുഷ്യൻ പറയുന്നത് അങ്ങനെയല്ലേ, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ ഒന്ന് സ്വീകരിക്കണം. അപ്പോഴാണ്, കൂലിക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴാണ് മേൽത്തരം അങ്കിയും തടിച്ച കാളക്കുട്ടിയും കയ്യിൽ മോതിരവുമായിട്ട് അവൻ എന്നെ സ്വീകരിക്കുന്നത്. ഈ പിതൃബോധമാണ് സ്നേഹിതരെ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ സങ്കടങ്ങളും സന്താപങ്ങളും ഒന്നുപോലെ ഉണ്ടാകും. ഒരിക്കലും മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ട് കളഞ്ഞുവെന്ന്. എബ്രായ ലേഖനത്തിൽ അതിമനോഹരമായ ഒരു പരാമർശമുണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുകയാണ്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട്
ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവ് പോലും ഒരു യാതനയുണ്ടായപ്പോൾ അല്ലെ ഇവിടെ പറയുകയാണ്, ഉറച്ച കണ്ണുനീരോടും നിലവിളിയോടും കൂടെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ പാനപാത്രം നീങ്ങിപ്പോയോ? ആ പാനപാത്രം നീങ്ങിപ്പോയോ? പക്ഷേ ലേഖനകർത്താവ് എഴുതിയിരിക്കുകയാണ്, അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹൃദയത്തിൽ ഒന്ന് എഴുതിയിടണമേ. എല്ലാ പാനപാത്രങ്ങളും നീങ്ങിപ്പോകുന്നത് വഴിയല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നത്. അങ്ങനെ എല്ലാ പാനപാത്രവും നീക്കിക്കളയുന്നൊരു ദൈവമല്ല സ്നേഹിത നമ്മുടെ ദൈവം. പിന്നെയോ മരിക്കാതിരുന്നതിലൂടെ അല്ല കർത്താവിന്റെ പ്രാർത്ഥന കേട്ടത്, പിന്നെയോ മരണത്തെ പോലും ജയിച്ചതിലൂടെയാണ്. നമ്മൾ നന്മ തരുന്ന ഒരു ദൈവത്തെ മാത്രം അന്വേഷിക്കാതെ ഇങ്ങനെ ഒരു വരി ഹൃദയത്തിൽ ഒന്ന് എഴുതിയിടുവാൻ സാധിക്കുമോ? അവൻ എൻ്റെ അപ്പനായതുകൊണ്ട്, അവൻ എൻ്റെ പിതാവായതുകൊണ്ട്, ഞാൻ അവന് മകനോ മകളോ ആയതുകൊണ്ട് അവൻ തരുന്നത് ഞാൻ നല്ല ബോധ്യത്തോടാണ് പറയുക. ലോകപ്രകാരം എനിക്ക് വലിയ വേദനയും ഭാരവും എനിക്ക് തോന്നുമ്പോഴും, കർത്താവേ, നീ എനിക്ക് എന്ത് തന്നാലും, നീ എനിക്ക് തരുന്നത് എന്ത് തന്നെയായാലും അതിനെ നന്മയായിട്ട് കാണുവാൻ അപ്പാ നീ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ വലിയ വേദനകളെയും വലിയ ഭാരങ്ങളെയും വലിയ നൊമ്പരങ്ങളെയും വലിയ മുറിപ്പാടുകളെയും ഒക്കെ സ്നേഹിതരെ ഒരു പരിധി വരെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസരല്ല, മക്കളത്രേ. മക്കളെങ്കിലോ സകലത്തിനും അവകാശികളാവുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഈ ഒരു ബോധ്യത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും അടുത്തു വരുവാനൊന്ന് സാധിക്കണം. വിശുദ്ധ മാമോദീസായേറ്റ് ഈ സഭയോട് ചേർക്കപ്പെട്ടവരായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവികളിലൊന്നാണ് ഈ പുത്രത്വം എന്നുള്ളത് മറന്നു പോകരുത്. വി ഹാവ് എ ലവിങ് ഫാദർ, വി ഹാവ് എ പ്രൊവിഡന്റ് ഫാദർ. ദൈവത്തിന്റെ, നമ്മുടെ പിതാവിന്റെ, അപ്പന്റെ ദയയെ ചൊല്ലി സംശയം പാടില്ല. നമ്മുടെ പിതാവിന്റെ കരുണയെ ചൊല്ലി സംശയം പാടില്ല. നിനുവാ നഗരത്തിന് രക്ഷപ്പെടാമെങ്കിൽ സ്നേഹിത, നമ്മുടെ ഈ അനുതാപം, ഞാൻ ആ വാചകത്തെ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മുടെ ഈ അനുതാപം സത്യമായ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെയും തന്റെ കൂടാരങ്ങളിലേക്ക് ചേർക്കുന്ന, നമ്മെയും ഭവനത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ആ ക്ഷമിക്കുന്ന പിതാവിനെ ഈ സമയത്ത് നമുക്ക് ഒന്നോർക്കാം. എൻ്റെ വാക്കുകളെ അതിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോന നിനുവായക്കാർക്ക് ഒരടയാളമാവുകയാണ്. കർത്താവ് പറയുന്നു, മനുഷ്യപുത്രനും ഈ തലമുറയ്ക്ക് അടയാളമാവുകയാണ്. നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടങ്ങനെയല്ലേ, നിനുവയിലെന്നോണം ഞങ്ങളിലലിയണമേ, വിമുഖത പാപികളാമിവരിൽ കാട്ടിടരുന്നേ. അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. യഥാർത്ഥത്തിൽ യോനയും നിനുവാ നഗരവും ഈ നിനുവാ നോമ്പും ഒരഭ്യസന കളരിയാണ്. ഇതൊരു പാഠശാലയാണ്. നാം ഈ നോമ്പ് ആചരിക്കുമ്പോൾ നമുക്കും ചിലത് പഠിക്കുവാനുണ്ട്. ആ 3 പാഠങ്ങളാണ് ഈ കുറിപ്പുകളായി നാം കേട്ടത്. ഒന്ന്, നമ്മുടെ ഇടങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. നമുക്കും ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഈ നോമ്പ് വഴിയായി, ഒരുപക്ഷെ ഈ നോമ്പിന്റെ പൂർണ്ണതയിൽ ഞാൻ നടത്തുന്ന വിശുദ്ധ കുമ്പസാരം വഴിയായി, ഞാൻ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന വഴിയായി എൻ്റെ ഇടങ്ങളെയൊക്കെ ഒന്ന് മാറ്റി
വെക്കുവാൻ, ഞാൻ ആയിരിക്കുന്ന തെറ്റിന്റെ ഇടങ്ങളിൽ നിന്ന് ശരിയുടെ ഇടങ്ങളിലേക്ക്, കാണപ്പെടേണ്ട ഇടങ്ങളിലേക്ക് ദൈവമേ എന്നെ ഒന്ന് തിരികെ കൊണ്ടുവരുവാൻ, നമ്മെപ്പോഴും പറയുന്ന ആ കുഞ്ഞു വാക്ക്, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ നീ എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. യോന യഥാസ്ഥാനപ്പെട്ടു, നിനിവയും യഥാസ്ഥാനപ്പെട്ടു. നമുക്കും യഥാസ്ഥാനപ്പെടുവാനുള്ളതാണ് ഒന്നാമത്തെ കുറിപ്പ്. രണ്ടാമത്, ഞാൻ ഏതോ നിമിഷങ്ങളിൽ ആയിപ്പോയ സ്വാർത്ഥതയുടെ, എന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയ ചുരുക്കപ്പെടലിന്റെ ഇടങ്ങളിൽ നിന്ന് നീ മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലിന്റെ പാഠമാണ് ഈ വേദഭാഗം മുൻപോട്ട് വെക്കുന്നത്. ഞാൻ എന്തിന് നിനിവയിലേക്ക് പോകണമെന്ന ചോദ്യത്തോടെ യോന തിടങ്ങിയിടത്ത് നിന്ന് ഇടങ്കയും വലങ്കയും അറിയാത്ത 1,20,000 ചില്ലുവാനം ജനങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതുപോലെ, ഇമ്മാനുവേലായി സൗഖ്യം ചോദിച്ചവനെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ പോലെ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് മറന്നു പോകരുത്. നീതി എന്ന വാക്കിനെ മറന്നു പോകരുത്. എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് പ്രതീക്ഷയുണ്ട് എന്ന് മറന്നു പോകരുത്. ആ പ്രതീക്ഷകളെ ഒരു പരിധി വരെയെങ്കിലും ഒന്ന് നിറവേറ്റുവാൻ നീ മാത്രമല്ല, അല്ല ഞാൻ മാത്രമല്ല എന്ന ഓർമ്മപ്പെടലോടുകൂടെ ഈ നോമ്പിന്റെ പൂർണ്ണതയിലാകുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കുറിപ്പ് നമ്മുടെ ദൈവബോധ്യത്തെക്കുറിച്ചും ബോധത്തെക്കുറിച്ചുമുള്ള സൂചനകളായിരുന്നു. പലപ്പോഴും ദൈവമെന്നുള്ളത് എനിക്കും ഒരു പ്രൊവൈഡറാണ്, ഒരു ദാതാവാണ്. യോന അവനെ കണ്ടു തുടങ്ങിയത് വേണമെങ്കിൽ അനുസരിക്കാം, ഇല്ല എങ്കിൽ വേണ്ട എന്നിടത്തു നിന്നാണ്. എന്നാൽ കപ്പലിലുള്ളവരും നിനുവായക്കാരും ആ ദൈവത്തെ തിരിച്ചറിയുന്നത് പോലെ നമുക്ക് നമ്മുടെ കർത്താവ് പരിചയപ്പെടുത്തി തരുന്ന ഒരു പിതൃബോധമുണ്ട് സ്നേഹിതരെ. ഞാൻ ദാസനല്ല, ഞാൻ അവകാശിയാണ്, ഞാൻ മകനാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളവനാണ്. കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് വെക്കണമേ എന്ന പ്രാർത്ഥനയോടെ, പറഞ്ഞ വാക്കിനെ അനുതാപത്തോടെ, സത്യമായ പാപബോധത്തോടെ അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുവെങ്കിൽ ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, വാത്സല്യവാനായ ഒരു അപ്പനുണ്ട് എന്ന് മറന്നുപോകാതെ നമ്മുടെ ദൈവബോധ്യങ്ങളെ നമുക്ക് പരിഷ്കരിക്കാം, നമുക്ക് പരിവർത്തനപ്പെടുത്താം. ഈ നോമ്പ് അത്തരത്തിലുള്ള പുതുക്കങ്ങളിലേക്ക് നമ്മെ ഏവരെയും ചേർത്ത് കൊണ്ടുവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സമയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിച്ചുകൊണ്ട്, എനിക്ക് നിങ്ങൾക്കും ഇത് പുതുക്കത്തിനും വരുവാനുള്ള വലിയ നോമ്പിന്റെ അനുഗ്രഹകരമായ അനുഭവത്തിലേക്കുള്ള അടുത്ത വരവിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് വണക്കാം. ബാറക്കുമോർ, സ്നേഹവാനായ ദൈവമേ, യോന പ്രവാചകൻ നിനവാ ജനത്തോട് നടത്തിയ ആഹ്വാനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് രാജാവ് മുതൽ കന്നുകാലി വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദുർമാർഗവും സാഹസവും വിട്ടുതിരിഞ്ഞുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിത വഴികളിലും ദൈവശബ്ദങ്ങൾ കേട്ട് യോന നിനുവായക്കാർക്കൊരു അടയാളമായതുപോലെ ഞങ്ങൾക്കായി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ ശബ്ദം കേട്ട് ഞങ്ങളുടെ ദുർമാർഗങ്ങളും സാഹസങ്ങളും വിട്ടുതിരിഞ്ഞ് നിന്നിലേക്ക് അടുത്തു വരുവാൻ ഈ നോമ്പ് ഞങ്ങൾക്ക് മുഖാന്തരമാകണമേ. സത്യമായ അനുതാപം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഞങ്ങൾ ബലഹീനരാകുന്നു, ഞങ്ങൾ പാപത്താൽ നിറഞ്ഞിരിക്കുന്നു. പാപമേത്, തിന്മയേത്, നന്മയേത് എന്ന് തിരിച്ചറിയാതെ വണ്ണം ഞങ്ങളിൽ അത് ആഴത്തിൽ പെരുകി വരുന്നു. അപ്പാ, നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. നീ സ്നേഹിക്കുന്ന ദൈവമാകുന്നു, നീ കരുണയുള്ള ദൈവമാകുന്നു. കൂലിക്കാരനെ പോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വാക്കുകളും വചനങ്ങളും ഞങ്ങളെ പുതുക്കുവാനും പരിവർത്തനപ്പെടുത്തുവാനും മുഖാന്തരമാകണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തണമേ. ഞങ്ങളെ വാങ്ങിപ്പോയവരോട് കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പരിശുദ്ധമായ മൂന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ പകലാണ് ഇന്ന്. അനുഗ്രഹീതമായൊരു ധ്യാന ചിന്ത നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ ആധാരമാക്കി യോനായുടെ ജീവിത അനുഭവങ്ങളിലെ 3 ചിന്തകൾ നമുക്ക് ബഹുമാനായ അച്ഛൻ പങ്കുവച്ചു. 1, നാം ആയിരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. 2, ഞാൻ മാത്രമല്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ. 3, പരിഷ്കൃതമായ ദൈവസങ്കല്പത്തിൻ്റെ ആവശ്യതയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ. 3 നോമ്പിന് ഉചിതമായിരിക്കുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുവാൻ അനുയോജ്യമായ ചിന്തകൾ. അപ്രകാരം വിലയേറിയ ദൈവിക ചിന്തകൾ നമുക്ക് പകർന്നു നമ്മെ ധന്യമാക്കിയ വന്യനായ അലക്സ് മാത്യു അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹവും പരിമല സെമിനാരിക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ ധ്യാനയോഗത്തിൻ്റെ ആദ്യ അവസാനം സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ അഭിനന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. തിരുമേനിയോടുള്ള നന്ദി, സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം തന്നെ പങ്കുചേർന്ന എല്ലാ വൈദികരോടും എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സ്നേഹിതരോടും സഹോദരങ്ങളോടും ലൈവ് വഴി ഇത് പങ്കെടുത്ത ഏവരോടുമുള്ള നന്ദി, സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏവർക്കും നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ വിരമിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉച്ച നമസ്കാരത്തിനുള്ള സമയമാണ്. ഏവർക്കും എഴുന്നേറ്റ് അതിൽ പങ്കുചേരാം. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഓർത്തുകൊണ്ടായിരിക്കട്ടെ. എൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഉയരങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ മധുരപരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇവരുകളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരങ്ങൾ ശുശ്രൂഷകൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഭാവികളാടിയാരോട് രാജാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ. രാജ്യം വരണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ ഇസ്രായേലിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിനുവാക്കാരനുതാപത്താൽ പ്രാപിച്ചു രക്ഷ. നാഥൻ സംപ്രീതി വേണ്ട അവരുടെ ദുഃഖത്തിൽ ഉപവാസത്താൽ ചാകരജൻ ചാർത്തി അടിയാന്മാരും അവണ്ണം ചെയ്തു. ബാലകയുവൃദ്ധന്മാരും ചാകിൽ തുണി ചാർത്തി
കർത്താവിനു കനിവുണ്ടായി കണ്ണീർ കണ്ടപ്പോൾ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ബാറകുമോ ദൈവഭയത്തെ സ്നേഹിപ്പോൻ ധന്യൻ താനെന്നും നിനുവയരെ പോൽ കോപത്തി നവരെ രക്ഷിക്കും അതിനാൽ ജീവ സ്ഥാനത്തവനത്തി സ്വർഗത്തിൻ്റെ വഴിയിൽ ചെന്നെത്തും അതിനാൽ അവനൽപസ്ഥാനം പിന്നിട്ടെത്തിയിടുന്നു നീതിപരന്മാർ നിവസിക്കും നിലയത്തിൽ നൂരം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മോറിയോരാകെ മേലൈനോ ആദാരേ ഈശാനാഥ വരിക തുണപ്പാൻ വിളികൊണ്ടുന്നു പ്രാർത്ഥന കേട്ടിടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം 40 നാൾ സന്താപം നിറയും ശബ്ദം കേട്ടു ദേവേശങ്ങൾ നിനുവ നടത്തിയ യാചിപ്പിൻ്റെ 40 നാൾ നീതിക്കരുകിൽ നിന്നാൾ കൈകൂപ്പി ദോഷത്താൽ കോപിപ്പിച്ചോനെ പ്രീണിപ്പിക്കാൻ 40 നാൾ മിഴിനീരാലീശനോടർത്ഥിച്ചാൻ പ്രീതിപ്പെട്ടിട്ടതികോപത്തെ രോധിച്ചിടാൻ 40 നാൾ താപത്തിൻ പെരുന്നാളാഘോഷിച്ച ബാഷ്പത്താൽ വാങ്ങിയ കാരുണ്യം ദൈവത്തീന്നും സർവം കേട്ടിട്ട് അഭ്യർത്ഥനെ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ട് ആത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ
കർത്താവയുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപങ്ങളരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്ത് ോടമേ. ആമേൻ. നോമ്പാൽ രക്ഷിതയായി നിന്നുവാ ശിക്ഷ വിധി നീങ്ങി പോയി. കോപം പൂണ്ടൊരു ദൈവത്തെ നോമ്പാൽ പ്രീണിപ്പിച്ചിട പാർക്കുമോ. ഓലം വാദാമുല്ലോലം വൽമീനാമി നിനുവാകരളാൽ ഗഞ്ചി നീയു തരമൻപോടേകി പ്രാർത്ഥിച്ചിടുമി പുൽമാലിക്കുത്തരം മരുളണമേ വേഗം. ഉറിയോറാകെ മേലൈനുവാദാറായി. പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ നിൻ വിധി ദിവസത്തിൽ. ഉല്ലാസത്തിലമർന്നുരുവാനഗരി സന്താപത്താൽ തേങ്ങി തേങ്ങി കേണു പ്രാർത്ഥിച്ചിടാനാഘോഷത്തോടെത്തി. നോമ്പോടുപവേശിച്ചാൾ വെണ്ണീറിന്മേൽ യാചിച്ചാൾ മോചനമൻപുടയോൻ വാക്കൾ പ്രീതിപ്പെട്ടോൻ ദണ്ഡനമെല്ലാം മാറ്റി. വാനവർദ്ധൻ നിശാമാനവർദ്ധൻ ഗതിയെ ഈ ശുശ്രൂഷയാദ്രത തോന്നേണം. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർദ്ധൻ പ്രാർത്ഥനയാൽ വചനമതാൻ രാജാദേശ നിന്നെ വാഴ്ത്തും ഞാൻ സകലമതായ വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയുമേകാനാഗതനായി ശുചിയെ നിവയുള്ള മാഗിമാ ദൈവജനത്രി മറിയാമേ നോ ഭേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാം മശിഹ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ മെതിച്ചു നിഗനെ ചോനെ അപരിഭാവനദ്രദ്വൈ സുവിധാവോടോപം ജീവനും റുകുരിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുള്ള ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാരോട് രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. ദുരിതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അഭയം തരണമേ. ഞങ്ങളുടെ കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാഗങ്ങളോട് ക്ഷമിക്കണമേ. ഈശോയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. രാജേശ്വരി മറിയമേ നിനക്ക് സമാധാനം. നിന്നോട് വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പാർക്കുമോർ വന്ദപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും മുമ്പേ പിതാവ് ധരിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനത്തിന് സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിടെ സമത്തുള്ളവനും സൗലവും താം മുഖാന്തരമാ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കും വേണ്ടി ദൃഷ്ടപ്രകാരം സർവ്വത്തിനിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവാവശ്യത്തിന്റെ കമറിയാൻ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസമില്ലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചെടുക്കപ്പെട്ട് കക്ഷ അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ വലിയ മോത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണെന്ന് പറയപ്പെട്ട് പിതാമത്തോടു കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതിനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ കാതോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ. പാർക്കുമോ സ്തോമൻ കാലോസ് കുരിയേലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട്
ഞങ്ങളുടെ കർത്താവേ, ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഓട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നീങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആകാശമുള്ള അപ്പം ഞങ്ങൾ അറിയണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ സൂക്ഷിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യശക്തിയും മഹത്വം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ദുർബലമായ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കട്ടെ. ആത്മീയമായ ഈ ശുശ്രൂഷകളിൽ എല്ലാം ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെയും വിശ്വാസികളായ നമ്മുടെ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും അപേക്ഷകളും അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആവോ വൗറോ റൂഹോ കാദീശോ ഓശോ വൗഗോല സുബാലവൽമീൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നേർച്ചയായിട്ട് കഞ്ഞി ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു.